പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ജയകുമാറാണ്. ഈ പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത് ഇവിടെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചിത്രകാരൻ താമസിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ വീടാണ് ഈ കാണുന്നത്. വരൂ, നമുക്ക് അദ്ദേഹം വരച്ച ചിത്രങ്ങളൊക്കെ കാണാം. നമ്മൾ അദ്ദേഹത്തിന്റെ ഹോളിലോട്ട് കയറുകയാണ്. കയറുമ്പോൾ തന്നെ അറിയാം, നിറച്ച് ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ അടുത്ത് അദ്ദേഹം ഇരുന്ന് ഒരു ചിത്രത്തിന്റെ പണിപ്പുരയിലാണ്. നമുക്കിപ്പോൾ അദ്ദേഹത്തിനെ ശല്യം ചെയ്യണ്ട. നമുക്ക് എന്തായാലും ഈ ചിത്രങ്ങളുടെ വീഡിയോസൊക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ്. ഞാൻ നിങ്ങളെ അധികം മുഷിപ്പിക്കുന്നില്ല, ചിത്രങ്ങൾ ഒന്ന് ഓടിച്ച് കാണിക്കുകയാണ്. ഇവിടെ താഴെ ഒരു ഫോട്ടോസ് ഉണ്ട്, അതും കൂടെ കവർ ചെയ്ത് നമുക്ക് പോകാം. ഇങ്ങനെ നിരയായി ഫോട്ടോസ് നിൽക്കുകയാണ്. കുറച്ചും കൂടെ മേലോട്ട് കയറി ഇവിടെ ഒരു ഫോട്ടോസ് ഉണ്ട്. ഫോട്ടോസ് അല്ല, അദ്ദേഹത്തിന്റെ ചിത്രമാണ്. വീണ്ടും നമ്മളിങ്ങനെ കിടക്കുകയാണ്. ഇതാണ് ഒരു ഓട്ടംതുള്ളലിന്റെ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. കൊള്ളാമല്ലേ? നല്ല ചിത്രമാണ് അല്ലേ? ഓക്കെ. വീണ്ടും നമ്മൾ കാണുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ കാണിച്ചു പോവുകയാണ്. വളരെ ഭംഗിയുള്ള ചിത്രങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മേളിലും ചിത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജയകുമാർ. ഓക്കെ. ചേട്ടാ, ഈ ചിത്രങ്ങൾ വര തുടങ്ങിയിട്ട് എത്ര നാളായി? ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. പിന്നെ എറണാകുളത്ത് എൻ്റെ ഒരു ആശാൻ ഉണ്ടായിരുന്നു, പുന്നു ആശാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു 13 വർഷത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് KSEBയിൽ ജോലി കിട്ടി. റിട്ടയർമെന്റ് ആയി ഈ വർഷം. ഇപ്പം ഫുള്ള് സമയം ചിത്രരചനയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അടുത്ത ക്ഷേത്രത്തില് കാമരം ക്ഷേത്രത്തില് 2 ചിത്രങ്ങൾ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കല്ലുമ ക്ഷേത്രത്തിലും ചുവർ ചിത്രം വരച്ചിട്ടുണ്ട്. പിന്നെ അത് 2 ചിത്രം. പിന്നെ ഗണപതിയുടെയും ശിവന്റെയും ചിത്രങ്ങളും വരച്ചു കൊടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ചേട്ടാ, ഇവിടെ ഒരു മോഹൻലാലിന്റെ ചിത്രം കാണുന്നല്ലോ. മോഹൻലാൽ 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയില് വാൾ പോസ്റ്റ് കണ്ട് ഞാൻ വരച്ച പടമാണ്. ഒരു 10-35 വർഷം പഴക്കം ഉണ്ടായിരുന്നു. ഓ ശരി ശരി. ബീനാമിനിയിൽ വരച്ച പടമാണ്. ഓക്കെ. അപ്പോൾ ചേട്ടാ, ഞാൻ കരുമാടി വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ എന്നോട് 1-2 പേര് പറഞ്ഞു, ഇവിടെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചിത്രകാരനുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ ഒരു സ്റ്റോറി ചെയ്യാൻ ഒരു അവസരം കിട്ടി. എന്തായാലും സാരംഗി ന്യൂസിനോട് ചേട്ടന് എന്താണ് പറയാനുള്ളത്? നല്ലത് തന്നെ. ഇങ്ങനെ വന്ന് ഈ അറിയപ്പെടാത്തവരെയൊക്കെ അല്ല, ഇവിടെ എന്നോട് ചേട്ടൻ അറിയപ്പെടാത്ത ഒരു വ്യക്തിയല്ല. കാരണം എന്നോട് ഒരു മാസം മുമ്പെയാണ് പറഞ്ഞത്. 1-2 പേര് പറഞ്ഞു ചേട്ടൻ്റെ നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിനെ കുറിച്ചൊരു ഇത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അതുകൊണ്ട് ചേട്ടൻ ശ്രദ്ധിക്കപ്പെടുന്ന ആൾ തന്നെയാണ്. അത് ചെറുതായിട്ട് കാണണ്ട എന്ന് പറയാനല്ലോ. ഒത്തിരി പേരുണ്ട്, അവരുടെ അടുത്തെല്ലാം പോയി അവരെയൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് അറിയാവുന്നത് ചെയ്യുക. ഓക്കെ ചേട്ടാ. ഓക്കെ, താങ്ക് യു.